think Pushpa has done anything to me. Really? I tell Sugu that I don't have to hide it. I have to be very honest. I'm doing my stuff here. So no disrespect to anything. I don't think people expect magic from me, from Pushpa. No, it's pure collaboration, love for Sugu sir. My stuff is here. Very. സുഹൃത്തുക്കളെ, പുഷ്പ എന്ന് പറയുന്ന അതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയതിനു ശേഷം ഭീകരമായിട്ട് ട്രോളുകൾ, മലയാളികൾ അങ്ങനെയൊന്നും സിനിമകളെ സ്നേഹിക്കുന്ന ആളുകളല്ല. നല്ല സിനിമയാണെങ്കിൽ അത് കൈകളെ കൊണ്ടിങ്ങനെ കൊണ്ടു നടക്കും. പുഷ്പ 2 ഇറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിമർശനം ഏറ്റുവരുന്ന ഒരു നടൻ അത് നമ്മുടെ ഫഹദ് ഫാസിലാണ്. താങ്കൾ ഇങ്ങനെ മറ്റു ഭാഷകളിൽ പോയിട്ട് നല്ല വേഷം ചെയ്യുന്നേ. പുഷ്പ വന്നപ്പോൾ 1 വന്നപ്പോൾ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഫഹദ് ഫാസിലിനോട് അപാരമായിട്ട് ഇഷ്ടം ചെയ്തു. ഈ ചങ്ങാതി കൊള്ളാമല്ലോ എന്ന് ആ നാട്ടുകാർ മുഴുവൻ പറഞ്ഞ രീതിയിലേക്ക് അദ്ദേഹം തന്റെ അഭിനയം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ പുഷ്പ 2 വന്നപ്പോൾ അദ്ദേഹം ഒന്നുമല്ല എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറിപ്പോയി. ഒന്നുമല്ലല്ലോ ആ മനുഷ്യന്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ലല്ലോ ആ ഒരു സിനിമയിൽ എന്ന് തോന്നി. ഈവൻ അതിലെ അല്ലു അർജുൻ പോലും എന്തൊരു വേസ്റ്റ് ആണെന്നൊക്കെ തോന്നലിലേക്ക് ആളുകളൊക്കെ മാറി എന്നുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് തോന്നിപ്പോകും. അപാരമായ പ്രതീക്ഷയുമായിട്ട് പോകുന്ന ചില അപരാധങ്ങളൊക്കെ അല്ലു അർജുൻ്റെ വേഷം പോലെ സാരി കൊടുത്ത് കളറൊക്കെ അടിച്ചിട്ട് ടാക്കീസിലൊക്കെ വന്ന് നിൽക്കുന്നത്, അങ്ങനത്തെ കുറെ അപരാധങ്ങൾ ഓരോ സിനിമയുടെ ഒപ്പം ഇറങ്ങുന്നതാണ്. മഹാഭാഗ്യം നമ്മുടെ പറയുന്നില്ല, ചില ന്യൂഡ് സിനിമകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ വൈറലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇവന്മാരൊക്കെ എന്ത് വേഷത്തിൽ ഈ ടാക്കീസിലേക്ക് വരും എന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ ചിന്തിച്ചിരിക്കുക. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത് അത്രയധികം വിമർശനം ഏൽക്കേണ്ടി വരുന്ന ഒരുപക്ഷെ ഒരു ഇന്റർനാഷണൽ ആക്ടർ എന്ന രീതിയിലൊക്കെ അറിയുന്ന നമ്മുടെ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആ നടനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഫഹദ് ഫാസിൽ കൃത്യമായിട്ട് പറയുന്നു, പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അത് സാമ്പത്തികമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നതല്ല, സാമ്പത്തികമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു നടൻ നിലയ്ക്ക്, ഒരു കലാകാരൻ നിലയ്ക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ആളുകളൊക്കെ അഭിനയിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടല്ല പുഷ്പയിൽ ഞാൻ പോയി അഭിനയിച്ചത്. അത് സുഖു എന്ന് പറയുന്ന ആ സുഖു സാറുമായിട്ട് ഒന്നു ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് അഭിനയിക്കാനുള്ള അവരുടെ രീതികൾ എങ്ങനെയൊക്കെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയായിരുന്നു. അത് സുഖു സാറിനും അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനങ്ങനെ ആരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയുകയല്ല, പക്ഷേ ദിസ് ഈസ് എ ഫാക്ട് എന്ന് കൃത്യമായിട്ട് ഫഹദ് ഫാസിൽ പറയുന്നുണ്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം ഫഹദ് ഫാസിനെതിരെയുള്ള ഒരുപാട് ട്രോളുകൾ, അത് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചുള്ള നാട്ടുകാരുടെ തെറിവിടുകൾ, ആക്ഷേപങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക, നിങ്ങളെ ഭാര്യ ചിന്തിക്കുന്ന പോലെയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുന്നേ എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മുടെ ഫഹദ് ഫാസിൽ സമയം ചിലവഴിക്കുന്നത്. ഒരു നല്ല മലയാള സിനിമ എന്ന രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് ഒന്നും വരുന്നില്ല. ഇപ്പോഴത്തെ മമ്മൂക്കിയുമായിട്ട് ലാലേട്ടനുമായി ഒത്തുചേർന്ന് ഒരു പുതിയ സിനിമ നമ്മുടെ ശ്രീലങ്കയിൽ തുടങ്ങിയിരുന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്തായാലും ലെറ്റ് ഇറ്റ് ഹാപ്പൻ, നമ്മുടെ മുമ്പിലേക്ക് എത്തട്ടെ എന്ന് മാത്രം വിചാരിക്കാം. പക്ഷേ ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ് ഫഹദ് ഫാസിൽ. ഒരുപക്ഷെ ഭാവിയിൽ മോഹൻലാലും മമ്മൂട്ടിക്കും ശേഷം മലയാളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ദ ബെസ്റ്റ് നടന്മാരിൽ ഒരാൾ, ഒരു നടന്മാരിൽ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്കൊന്നും ഫഹദ് ഫാസിൽ എത്തുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നടന്മാരിൽ ദ ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാൾ തീർച്ചയായിട്ടും അത് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആ നടനായിരിക്കും. കൈകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, തൻ്റെ ശരീര അവയവങ്ങൾ മുഴുവൻ എല്ലാം വെച്ചുകൊണ്ട് അതിഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെയൊന്നും അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ്. തീർച്ചയായിട്ടും ആ ഒരു നിലയിൽക്ക് നടൻ കൃത്യമായിട്ട് പറയുന്നു, പുഷ്പയിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അത് വെറും ഒരു കൊളാബറേഷൻ, ഒരു ഹാപ്പിനെസിന്റെ ഭാഗം മാത്രമായിട്ട് ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കാം ഈ ഒരു ആക്ഷേപ വാക്കുകൾ. ബൈ.